ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? അപ്പോൾ ഇന്ന് എൻ്റെ വർക്ക് കുറച്ച് നേരത്തെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഞാൻ കരുതി സ്റ്റുഡിയോ വരെ ഒന്ന് പോയി ചെറുതായിട്ട് ഷോപ്പൊക്കെ ചെയ്തിട്ട് വരാമെന്ന്. പട്ടു ഇനി സ്കൂൾ വിട്ട് വരാൻ കുറച്ച് നേരം കൂടി ബാക്കിയുണ്ട്. അപ്പോൾ സ്റ്റുഡിയോയിൽ ഷോപ്പ് ചെയ്തിട്ട് തിരിച്ച് വരുമ്പോൾ പട്ടുവിനെ പിക്ക് ചെയ്യാം എന്നുള്ള പ്ലാനിലൊക്കെ ഞാൻ നേരെ എത്തിയിട്ടുണ്ട് സ്റ്റുഡിയോയിലേക്ക്. അപ്പോൾ ആദ്യം തന്നെ കണ്ടത് ഈ ഒരു പാൻറ്റാണ്. പിന്നെ ഈ മൊഡാൽ സിൽക്സ് ടൈപ്പ് ഒരു ഷർട്ട്, ക്രോപ്പ് ഷർട്ട് കണ്ടു. ഈ കളർ കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട്, അപ്പോൾ അതെടുത്ത് പിടിച്ചു. പിന്നെ ഈ ഒരു മാക്സി ഡ്രസ്സ് ഉണ്ടല്ലോ, എപ്പോൾ ഇവിടെ ഞാൻ സ്റ്റുഡിയോയിൽ വരുമ്പോഴും ഉണ്ടാവും കേട്ടോ. എപ്പോഴും ഞാൻ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്, പക്ഷേ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാറില്ല. ഇപ്പോഴും ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരാണ് കേട്ടോ. പിന്നെ നോക്കി, ഈ ഒരു ടോപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല എന്താ ട്രാൻസ്പാരൻ്റ് ആണ്. ഇതിൻ്റെ അടിയിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഇടണം. പിന്നെ ഇതിൻ്റെ ഒരു മെറ്റീരിയൽ വന്നിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നെറ്റ് ഫാബ്രിക്കാണ്. നല്ല കളറായതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് എടുത്തു കേട്ടോ. എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നോക്കി, ഇത് ഒരു ഓഫ് ഷോൾഡർ ടോപ്പ് കണ്ടു. പിന്നെ ഈ ഒരു ക്രോപ്പ് ഷർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ ഒരു പാറ്റേൺ ഒക്കെ ഇഷ്ടപ്പെട്ടു, അപ്പോൾ അത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു. ഞാൻ എം അല്ലെങ്കിൽ എൽ സൈസാണ് എടുക്കുക സ്റ്റുഡിയോയിൽ വരുമ്പോൾ. ചിലതൊക്കെ എം സ്യൂട്ടാവും, ചിലത് എൽ സൈസ് വേണ്ടി വരും. ഒരുപാട് കളറ് കാർഗോസും ജീൻസും ഉണ്ടായിരുന്നു. ഞാൻ ആ ഭാഗത്തേക്ക് നോക്കിയില്ല. ഇപ്പം തന്നെ എൻ്റെ കയ്യിൽ ഓൾമോസ്റ്റ് എല്ലാ കളർ ജീൻസും കാർഗോസും ഉണ്ട്. പിന്നെ നോക്കി, ലൈൻസ് ആയിട്ടുള്ള ടോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ബ്ലാക്കുമ്മ വൈറ്റുമ്മ ബ്ലാക്ക് ലൈൻസ് ആയിട്ടുള്ള ടോപ്സുകൾ. പിന്നെ സ്റ്റുഡിയോയിലത്തെ ഷൂസ് ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ ലാസ്റ്റ് ടൈം ഒരു 2 years ബാക്ക് വാങ്ങിച്ചിട്ടുള്ള ഷൂസ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. വളരെ റഫ് യൂസ് ചെയ്തിട്ടും ഒരു കുഴപ്പം ഇതുവരെ ഉണ്ടായിട്ടില്ല. ക്വാളിറ്റി ഒരു രക്ഷയില്ല. അപ്പോൾ നിങ്ങൾ സ്റ്റുഡിയോന്നൊക്കെ ഷൂസ് ഒരു 200 സംതിങ് ഉണ്ടായിരുന്നുള്ളൂ ഞാൻ വാങ്ങിച്ച ഷൂവിന്. ഇപ്പോഴും അത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ണുപൂട്ടി നമുക്ക് വാങ്ങിക്കാം. ചെരുപ്പുകളുടെ കാര്യം എനിക്കറിയില്ല, ഞാൻ സ്റ്റുഡിയോന്ന് അങ്ങനെ ചെരുപ്പ് വാങ്ങിക്കാറില്ല. ഞാൻ കൂടുതലും ഷൂസൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. വലിയ തിരക്കും കാര്യങ്ങളും ഇല്ലാത്ത കാരണം എനിക്ക് സമാധാനത്തോടെ നോക്കാനും വീഡിയോ ഒക്കെ എടുക്കാനും പറ്റിയിട്ടാണ്. പിന്നെ അതാ ഇങ്ങനത്തെ ക്രോക്സൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ സ്റ്റുഡിയോയിൽ തന്നെ വരണം കേട്ടോ. പിന്നെ ക്രോപ്പ് ടോപ്സ് ഒരുപാടുണ്ടായിരുന്നു, വൈഡ് നെക്ക് ആയിട്ടുള്ളതും അതുമാതിരി പോളോ ടീഷർട്ട്സൊക്കെ ഉണ്ടായിരുന്നു പല പാറ്റേണിൽ. ഈ പാറ്റേൺ എനിക്കിഷ്ടമല്ല കേട്ടോ. ലൈൻസ് എനിക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വിക്രമനും മുത്തുവിൻ്റെ ഒക്കെ ടീഷർട്ട് പോലത്തെ, ബാലരമേലത്തെ വിക്രമനും മുത്തുവില്ലേ, അതിൽ അവർ യൂസ് ചെയ്യുന്ന ടീഷർട്ട് പോലത്തെ ഒന്നും എനിക്കിഷ്ടമല്ല ലൈൻസ്. പിന്നെ ഇതാ പല കളറ് ക്രോപ്പ് ടോപ്സ് ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് നോക്കുകയാണ്. ഈ ഒരു ജാക്കറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടേ ഉള്ളൂ. പക്ഷെ ഞാൻ ആലോചിച്ചു, ഇഷ്ടപ്പെട്ട് ചുമ്മാ നമ്മൾ ചാടിക്കയറി എടുത്തിട്ട് ഞാൻ പിന്നെ ഇത് ഇടുമോ എന്നുള്ളൊരു സംശയം വന്നപ്പോൾ ഞാനവിടെ വെച്ചു. അധികം റേറ്റും ഉണ്ടായിരുന്നില്ല കേട്ടോ അതിന്. പിന്നെ ഈ ഒരു പിങ്ക് കളർ ഷർട്ട് എടുത്തു. മുമ്പൊക്കെ ഞാൻ ഷോപ്പ് ചെയ്യുമ്പോഴേ ഇഷ്ടപ്പെട്ടതൊക്കെ അങ്ങോട്ട് എടുക്കും. പക്ഷെ നമ്മൾ എടുക്കുന്ന സമയത്തൊന്നും ചിന്തിക്കണം, നമ്മളിത് ഏതിൻ്റെ കൂടെയാണ് പെയർ ചെയ്യാൻ പോകുന്നത്, ഇത് നമ്മൾ ഇടുമോ, എവിടേക്കൊക്കെയാണ് ഇടാന്നുള്ളൊരു ഒരു ബോധം നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഷോപ്പിംഗ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ഒരു ബീച്ച് കളർ ടീഷർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ തന്നെ കുറച്ച് വ്യത്യാസമായിട്ട് പോക്കറ്റായിട്ട് ഒരെണ്ണം കണ്ടു. ഇതൊരു ലൈറ്റ് ഗ്രേ കളറാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ തന്നെ ജോഗേഴ്സും അതേ കളറിലുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കോഡ് സെറ്റായിട്ട് പെയർ ചെയ്യാം. രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ കിട്ടുന്നത്. പ്രൈസും സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. എത്നിക് സെക്ഷൻ ഞാൻ വലിയ കാര്യമായിട്ട് നോക്കിയില്ല. കിഡ്സിൻ്റെ സെക്ഷൻ നല്ലോണം കളക്ഷൻസ് ഉണ്ടായി. യൂഷ്വലി ഞാൻ പട്ടുവിനെയും കൊണ്ടുവരുമ്പോൾ അധികമൊന്നും എനിക്ക് കിട്ടാറില്ല. പിന്നെ പെൺകുട്ടികളുടെ സെക്ഷൻ എപ്പോഴത്തെ പോലെ നല്ല കളർഫുള്ളായിട്ട് സെറ്റായിട്ട് കിടപ്പുണ്ട്. ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ജെൻസിൻ്റെ സെക്ഷനിൽ ഒത്തിരി ഷൂസിൻ്റെ കളക്ഷൻസ് ഞാൻ കണ്ടു ഈ പ്രാവശ്യം. പിന്നെ ലിപ്സ്റ്റിക്ക് കോംബോ ആയിട്ട് കണ്ടിരുന്നു. ന്യൂഡ് കളർ ലിപ്സ്റ്റിക്ക് 3 എണ്ണം വെച്ചിട്ട്. ഞാൻ ഇത് മുമ്പ് വാങ്ങിയിട്ട് എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം 3 എണ്ണം വാങ്ങുമ്പോൾ അതിൽ 1-2 കളറൊക്കെ വേസ്റ്റായി പോണ വരി തോന്നാറുണ്ട്. പിന്നെ 99 റുപ്പീസിനും 299 റുപ്പീസിനും ഒക്കെ പെർഫ്യൂംസ്, പിന്നെ ഹാൻഡ് ക്രീം, സ്പ്രേ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് എത്നിക് സെക്ഷൻ ഒരുപാട് കളക്ഷൻ ഉണ്ടായി. പിന്നെ നോക്കി, എനിക്ക് ഈ ഒരു കാർഗോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഈ ബേജ് കളറ്. പക്ഷേ ഈ സെയിം കളർ എൻ്റെ കയ്യിലുണ്ട്, ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. ഇത്രയ്ക്ക് ബാഗിയല്ല എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഇതെനിക്ക് എടുത്താൽ കൊള്ളാമെന്നൊക്കെ എൻ്റെ മനസ്സ് പറഞ്ഞു. പക്ഷെ വേണ്ടാന്ന് ഞാൻ എന്നെ സ്വയം കൺട്രോൾ ചെയ്തിട്ട് തിരിച്ചു വെച്ചു കേട്ടോ. അതിൻ്റെ തന്നെ ഒരു ഒരു ഗ്രേ കളറും ഉണ്ടായിരുന്നു. പിന്നെ ഈ ബ്ലാക്ക് കളർ ബാഗി ജീൻസ് കാർഗോ ടൈപ്പ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷേ സെയിം പാറ്റേൺ തന്നെ എനിക്കുള്ളതാണ്, ഞാൻ അവിടെ വെച്ചു. പിന്നെ ഈ ഒരു പോളോ ഷർട്ട് ഗ്രീൻ കളറ് നന്നായിട്ടുണ്ട് കാണാൻ.
ഇതിൻ്റെ റേറ്റ് നോക്കാൻ വേണ്ടിയിട്ടാണോ ഞാനിവിടെ ഇങ്ങനെ തിരിച്ച് ടാഗിടുന്നത്. എൻ്റെ ഒരു കയ്യിൽ മൊബൈലാണ്. പിന്നെ ബ്ലാക്ക് കളർ പോളോ ടീഷർട്ടും നന്നായിട്ടുണ്ട്. ഈ കുർത്താസൊക്കെ 399 റുപ്പീസാണ് കേട്ടോ. പിന്നെ എനിക്ക് ഈ ഒരു ടോപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ ഇടാൻ പറ്റിയിട്ടുള്ള റാപ്പ് ടോപ്പാണ്. പിന്നെ നോക്കി ഈ ഒരു മാക്സി ഡ്രസ്സ് നന്നായിട്ടുണ്ടല്ലേ. നമുക്ക് ഗോവയിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വൈബിനൊത്ത് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മാക്സി ഡ്രസ്സാണ്. പിന്നെ ഒരുപാട് ടീഷർട്ട്സ് ഉണ്ടായിരുന്നു, പെലാസോസ് ഉണ്ടായിരുന്നു. ഈ പലാസോ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ ആലോചിച്ചത് ഞാനെടുത്ത് എവിടേക്കിടും, ഒരു വീട്ടിലിടുന്ന പാൻറ്റിൻ്റെ ലുക്കില്ലേ ഇത് കാണാനായിട്ട്. അപ്പോൾ ഞാനവിടെ തിരിച്ചു വെച്ചു. എനിക്കങ്ങനെ തോന്നിയിട്ടാണ്. പിന്നെ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രസ്സ് നന്നായിട്ടുണ്ട് കാണാൻ. ഒരു നെറ്റ് മെറ്റീരിയലാണ്, കൈ ട്രാൻസ്പാരൻ്റ് ആണ്. ഇതൊക്കെ ഒരു ചെറിയ കുട്ടികൾക്കൊക്കെ നല്ല രസമുണ്ടാകും. ഒരു 10th 12th പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള പാറ്റേൺ ആണ്. പിന്നെ ഗേളി ടൈപ്പ് ഫുഡ് വെയർ ഉണ്ടായിരുന്നു, ഹീൽസൊക്കെ ആയിട്ട്. ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തേ ഉള്ളൂ. ഫുഡ് വെയർ ഒന്നും ഞാൻ നോക്കുന്നില്ല കേട്ടോ ഇപ്രാവശ്യം. പിന്നെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള ടോപ്സുകളൊക്കെ ഉണ്ടായിരുന്നു. ആ സെക്ഷനൊന്നും ഞാൻ കാര്യമായിട്ട് എക്സ്പ്ലോർ ചെയ്തില്ല. ഈ ഒരു ടോപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ചെറുപയർ പച്ചയുടെ വളരെ ലൈറ്റായിട്ടുള്ള ഒരു പച്ച. പിന്നെ റെഡ് കളർ ക്രോപ്പ് ടോപ്പ് ഞാൻ സെലക്ട് ചെയ്തു. ഈ റെഡ് കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഇടുമ്പോൾ തന്നെ നമുക്ക് നമ്മളെ ഫേസിനൊരു ഉദിപ്പ് വന്ന പോലെ തോന്നാറുണ്ട്. അങ്ങനെ എടുത്തതൊക്കെ വാരിക്കെട്ടി ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രസ്സിങ് റൂമിലെത്തി. ഇത് ഞാൻ ഇട്ടിട്ട് വന്ന ഡ്രസ്സാണ് കേട്ടോ, എവിടെ നിന്ന് എടുത്തതല്ല. അങ്ങനെ ഞാൻ ആദ്യം ട്രൈ ചെയ്തത് ഈ ബേജ് കളർ ടീഷർട്ടാണ്. സംഭവം കൊള്ളാം, ഒരു ബാഗി ലുക്കും അതേപോലെ തന്നെ മെറ്റീരിയൽ ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിൽ അടിപൊളി മെറ്റീരിയൽ ക്വാളിറ്റി. പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കര ഒരു എന്താ പറയുക തടിയുള്ള ഒരു ലുക്കും. പിന്നെ അതുപോലെ കട്ടിയുള്ള മെറ്റീരിയൽ ആയ കാരണം വിൻ്റർ മാത്രമേ നമുക്ക് ഇത് ഇടാൻ പറ്റുള്ളൂ. അപ്പം ഞാനൊന്ന് ചിന്തിച്ചു, പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. ഈ മൊഡാൽ സിൽക്ക് ഷർട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു രസം ഉണ്ടായിരുന്നില്ല. കളർ അടിപൊളിയായിട്ടുണ്ട്, കളർ എനിക്ക് നന്നായിട്ട് സ്യൂട്ട് ആവണ പോലെ തോന്നി. പക്ഷേ ഇത് പിന്നീട് എനിക്കൊരു ബർഡനായി തീരും, ചുമ്മാ വാർഡ്രോബിൽ ഇരിക്കുന്നു തോന്നിയപ്പോൾ ഞാനത് വേണ്ടാന്ന് വെച്ചു. ഈ ഒരു ടോപ്പ് കൊള്ളാട്ടോ, സ്കേർട്ടിൻ്റെ ഒപ്പം പെലാസോസിൻ്റെ ഒക്കെ ഒപ്പം അടിപൊളിയായിരിക്കും, എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ കൂടെ എനിക്ക് ഇതിൻ്റെ താഴെ ഇടാൻ വേണ്ടിയിട്ട് ഒരു ക്യാമിസോൾ അല്ലെങ്കിൽ ഒരു ടാങ്ക് ടോപ്പ് എടുക്കേണ്ടി വരും. എന്നാലും കുഴപ്പമില്ല, നന്നായിട്ടുണ്ട് കണ്ടോ. മെറ്റീരിയലൊക്കെ സൂപ്പറാണ്. ഈ ഒരു ടോപ്പ് എനിക്ക് കണ്ടപ്പോഴും ഇഷ്ടമായി, ഇട്ടിട്ടും ഇഷ്ടമായി, നന്നായിട്ടുണ്ട്. കുറച്ച് ലൂസായിട്ട് നിൽക്കുന്നുണ്ട് ഈ ആപ്സിൻ്റെ ഭാഗവും അതുപോലെ കൈയുടെ ഭാഗമൊക്കെ. അപ്പോൾ ഞാനിതിൻ്റെ താഴത്തെ സൈസ് ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ്. ഞാൻ ഈ ഡ്രസ്സിങ് റൂമിൽ നിന്ന് ഒരു 3-4 വട്ടം പുറത്തേക്ക് പോയി പിന്നെയും സൈസ് സെലക്ട് ചെയ്ത് വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ഷർട്ട് ഞാൻ ഒരുപാട് എക്സ്പെക്റ്റേഷനോട് കൂടി എടുത്തതാണ്, അടിപൊളിയായിരിക്കും എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഈ പിങ്ക് ഷർട്ടിൻ്റെ കാര്യം പറയാൻ വേണ്ട, എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. കൈ ആണെന്നുണ്ടെങ്കിൽ നോക്കി അതൊരു മോഡലാണ്, പക്ഷെ എനിക്കത് തീരെ ഇട്ട് കഴിഞ്ഞപ്പോഴേ ഒരു ഭംഗിയില്ലാത്ത പോലെ തോന്നി. പിന്നെ ഈ ഒരു പാൻറ്റ് നമ്മൾ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ എടുത്തിട്ടുള്ളതാണ്. ഞാനിത് ഫോർമൽ വെയർ ആയിട്ട് ഇടാന്ന് വെച്ച് എടുത്തതാണ്. H&Mൻ്റെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ മിന്ത്രയിൽ. എപ്പോൾ നോക്കുമ്പോഴും സ്റ്റോക്ക് ഉണ്ടാവാറില്ല. അപ്പോൾ അതേമാതിരിയൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് ഞാനൊന്ന് ഇട്ട് നോക്കിയതാണ്. പക്ഷേ വലിയ രസമില്ല കാണാൻ. ഇങ്ങനത്തെ പാൻറ്റൊക്കെ കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ അതേ റെഡ് ടോപ്പ്, ഇതെനിക്ക് കുറച്ച് ഈ സ്ലീവ്സിൻ്റെ ഭാഗവും അതുമാതിരി ഈ ആംപിറ്റിൻ്റെ ഭാഗം കുറച്ച് ലൂസായി നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ഡ്രസ്സൊക്കെ ട്രൈ ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ മേക്കപ്പിൻ്റെ സെക്ഷനിൽ വന്നിരിക്കുകയാണ്. എപ്പോഴും ഞാൻ സ്റ്റുഡിയോയിൽ വരുമ്പോൾ ഇവിടെ കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്യാറുണ്ട്. ലിപ്സ്റ്റിക്ക് എനിക്ക് ഇവിടുത്തെ വലിയ കാര്യമായിട്ട് ഇഷ്ടമില്ലെങ്കിലും ഈ ഒരു സംഭവം ഞാൻ എടുക്കുകയാണ് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ അറ്റത്ത് ലിപ്സ്റ്റിക്കും ഉണ്ട്, പിന്നെ മറ്റേ സൈഡിലാണെന്നുണ്ടെങ്കിൽ ലിപ് ഗ്ലോസും ഉണ്ട്. അപ്പം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഇട്ടിട്ട് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്തത്. എനിക്ക് കുറച്ച് അഫോർഡബിൾ ആയിട്ട് തോന്നി. 199 റുപ്പീസിന് ലിപ്സ്റ്റിക്കും അറ്റ് ദ സെയിം ടൈം ഒരു ലിപ് ഗ്ലോസും കിട്ടും. പിന്നെ നെയിൽ പോളിഷൊക്കെ എനിക്ക് ഇവിടുത്തെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സ്ഥിരം എടുക്കുന്ന സംഭവം മിസെല്ലർ വാട്ടർ, പിന്നെ സോക്സ്, ഹാൻഡ് ക്രീം, ഇതൊക്കെ ഞാൻ സ്ഥിരം എടുക്കുന്ന സംഭവങ്ങളാണ്. അങ്ങനെ കുറച്ച് ടോപ്സും പിന്നെ മേക്കപ്പ് ഐറ്റംസൊക്കെ എടുത്തിട്ട് ഞാൻ ബില്ലിംഗ് സെക്ഷനിലെത്തി. എൻ്റെ ഷോപ്പിംഗ് കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.